Merry Christmas. Merry Christmas. Merry Christmas. Happy Christmas. Merry Christmas. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാത്രി കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് രാവിലെ കുറച്ച് വൈകിക്കണം എണീറ്റ്. ഇനി എനിക്ക് കിച്ചണിൽ കിടന്നിട്ട് വേണം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കാര്യമായിട്ടൊന്നും പ്രിപ്പറേഷൻസ് ഒന്നും മുൻപേ ചെയ്ത് വെക്കാൻ ടൈം കിട്ടിയില്ല. ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്തു, അത്രമാത്രം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കടക്കണം. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങളെ വിഷ് ചെയ്യാനായിട്ട് വരും. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക്, ടീച്ചേഴ്സിൻ്റെ വീടുകളിലേക്ക്. ഇവിടെ ക്വാർട്ടേഴ്സിലുള്ളതെല്ലാം തന്നെ ടീച്ചേഴ്സാണ്. അപ്പോൾ എല്ലാവരുടെയും വീടുകളിലേക്കായിട്ട് വിഷ് ചെയ്യാനായിട്ട് വരും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. അവരിങ്ങനെ ഗ്യാങ് ആയിട്ടാണ് വരുന്നത്. ഓരോ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ചിലപ്പോൾ ഒരുമിച്ച് വരും, ചിലപ്പോൾ 5-6 പേര് വരും, ചിലപ്പോൾ 2-3 പേര് വരും, അങ്ങനെ. അപ്പോൾ ഇന്ന് ടൈം പോകുന്നത് അറിയില്ല. ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനൊക്കെ ടൈം കിട്ടുമെന്ന് അറിയില്ല. ലഞ്ച് കഴിക്കുന്ന സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും, സ്റ്റുഡൻസ് വന്നു പോയിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കിടക്കണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ ആണ്. ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ചിക്കൻ സ്റ്റ്യൂ ആണ്. അപ്പോൾ ചിക്കൻ സ്റ്റ്യൂവിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനും അതുപോലെ ഒരു കുറച്ച് ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു കുറച്ച് ക്യാരറ്റൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പാൽ ഒഴിച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 പാൽ കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് താളിച്ച് വയ്ക്കണം. അപ്പോൾ എന്താ സ്റ്റ്യൂ റെഡിയായി. പിന്നെ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ തവയെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 പാലൊക്കെ നന്നായി തിളച്ച്, അപ്പോൾ ഞാൻ 1 പാലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ സ്റ്റ്യൂ കറി തേങ്ങാപ്പാൽ 1 പാൽ ഒഴിച്ച് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ഒരു കുറച്ച് ഐറ്റംസ് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കശുവണ്ടി, കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്പൈസസ് ഐറ്റംസ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് കറിയാണ് ചിക്കൻ സ്റ്റ്യൂ കറി. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ സ്റ്റ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തിരിക്കുന്ന കറിയല്ലേ എന്ന് പറയും. ആളുടെ വിചാരം അതിനകത്ത് നമ്മൾ മുളകൊന്നും ചേർക്കണില്ല, മസാലയൊന്നും ഇല്ല, എരിവൊക്കെ കുറവാണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇന്നും ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്നു. ഞങ്ങൾക്കിവിടെ കറിവേപ്പില കിട്ടില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഇപ്പം ഇല്ലാത്തൊരു ടൈമാണ്. ഞാനതൊരു സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ഇട്ട് ചൂടാക്കി നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് ചേർക്കണം. ഞാനിത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടേക്കണം കേട്ടോ. കശുവണ്ടി വേറെ, ഉണക്കമുന്തിരി വേറെ ഒന്നും എടുത്തിട്ടില്ല, എല്ലാം കൂടെ ഒരുമിച്ചെടുത്തേക്കണം. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കറി നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നിർത്തണം. നമുക്കിതിന് ഡയറക്റ്റ് കോരിയരിക്കാൻ കൊണ്ട് ഇടാം. ഇനി ഞാൻ വേറെ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല. ഈ അടുത്ത് നമുക്ക് നമ്മുടെ എല്ലാ സ്പൈസസും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്കായ, കറിയാമ്പൂ, കറുകപ്പട്ട, പിന്നെ ഇത്തിരി തക്കോലം, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കണം. 2 പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. പെരുംജീരകം ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നുപോയില്ല. കുപ്പിയിലിട്ട് വയ്ക്കാൻ സമയം കിട്ടില്ല. പിന്നെ അവിടെ നമ്മുടെ വറ്റൽ മുളക് അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തേക്ക് സബോളയും കൂടി ഇട്ട് കൊടുക്കാം. സബോള ഞാൻ വഴറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ളത് മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് റെഡി. ഇതിന് ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ച് മാറ്റി വയ്ക്കാറുണ്ട്. നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അപ്പം വേഗത്തിൽ തന്നെ പൊളിച്ച് കിട്ടും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനും പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെയാണ് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കണ്ടോ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ടെക്സ്ചർ നോക്കി കണ്ടോ, നിറച്ച് ഹോൾസ് ആയിട്ട് ഉണ്ടോ, നല്ല പോലെ പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇതിനൊന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഒരു കുറച്ച് ഇത്രയും മതി, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേഗത്തിൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ ഇതിനെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ സബോളയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി
തവയിലെടുത്ത് ഇടയ്ക്ക് വെച്ചിട്ട് വേഗം നമ്മുടെ കറി താളിച്ചൊഴിക്കാം. കുക്കറിന് ഞാൻ കറീനെ അങ്ങോട്ട് മാറ്റിയിരുന്നു കേട്ടോ. ശകലം കറിക്കോരി ഒഴിക്കാം. കറിവേപ്പില ഇല്ലാത്തതിൻ്റെ കുറവ് ശരിക്കും അറിയാം. എന്നാലും ഞങ്ങളുടെ സ്റ്റൂ കറി ഇതവിടെ റെഡിയായി. ഇനി ഞാൻ വേഗത്തിൽ അപ്പം ഉണ്ടാക്കട്ടെ. അപ്പോൾ ആവണേനനുസരിച്ച് ചൂടിനപ്പം ഞങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി റെഡി. ഇപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ആൽവിൻ നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് ഈ കറി ധാരാളം മതി. പിന്നെ നമുക്ക് വേഗം അപ്പം ഉണ്ടാക്കാം. അവ ചൂടായി വരുന്നുള്ളൂ. തിരക്കിട്ട് വേഗം ഒഴിച്ചതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉച്ചക്കാലത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പയ്യെ കിടക്കാൻ. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ടൈം കിട്ടിയായിരുന്നു. കുറച്ച് സമയം കിട്ടിയപ്പോൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജോലികളും കിടക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് വട്ടത്തിൽ ചിരിച്ചുണ്ടാക്കുന്ന അപ്പച്ചട്ടി ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇവിടെ ചേട്ടനായാലും ഞങ്ങൾക്കൊക്കെ ആയാലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സൈഡൊക്കെ മരിഞ്ഞിരിക്കുന്നത് അതൊരു രസമാണ്. എന്നാലും ഇങ്ങനത്തെ കൂടുതൽ ഇഷ്ടം. അതാ നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ നമ്മുടെ അപ്പം? അടിപൊളി അപ്പം. അപ്പം ഞാൻ ഈ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് വേഗം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ 5-നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 5-നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇവിടെ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ നമ്മുടെ അടിപൊളി സോഫ്റ്റ് അപ്പം എന്താ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം എന്താ ചിക്കൻ സ്റ്റ്യൂ. അപ്പോൾ 5 ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കണം. 5 ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നോക്കിയിരിക്കുക. കാരണം ഓൾറെഡി ലേറ്റായി. രാവിലെ എണീക്കാനും ലേറ്റായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കുന്നത് ലേറ്റായിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് ഫോൺ വിളിക്കാൻ 2 പേരുടെയും ചേട്ടൻ്റെ വീട്ടിലേക്കും അതുപോലെ എൻ്റെ വീട്ടിലേക്കും ഫോൺ വിളിക്കാനുള്ളതൊക്കെ ഫോൺ വിളിയൊക്കെ വീഡിയോ കോളൊക്കെ ആയിട്ട് വിളിച്ച് അവസാനിച്ചു കേട്ടോ. കാരണം അവരെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാതിര കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ രാത്രിയിലൊന്നും വിളിച്ചില്ല. അവരെ പകൽ കേട്ടോ വിളിച്ച് വിഷ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ എൻറ്റേപ്പിക്ക് എന്താ ഒരു സെറ്റ് വന്ന് പോയിട്ടുണ്ട് പിള്ളേർ. ഇപ്പം ഇനി ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും വേഗം എന്താ ചോറ് വയ്ക്കാൻ ബിരിയാണി റൈസ് വയ്ക്കുന്നത്. അപ്പോൾ റൈസ് ഞാൻ അരമണിക്കൂർ മുമ്പ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്ന് വാരിതാ അരിപ്പിരിക്കി വെച്ചേക്കാണ്. ഇവിടെ നമുക്കിതാ ഫിഷ് ഫ്രൈ ചെയ്യാനിരിക്കുകയാണ്. ഇവിടെ ചിക്കൻ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇന്നലെ എന്താ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ച്. ഇന്നിപ്പോൾ പ്ലാൻ മാറി, ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം ഞാൻ അളന്ന് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഏലക്കായും നമുക്ക് വേണ്ട ഐറ്റംസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു കുറച്ച് കറുകപ്പട്ട, പിന്നെ ഒരു ഇത്തിരിക്കോളം കുരുമുളക് അധികം ഇടുന്നില്ല. പിന്നെ എന്താ കരയാമ്പൂ, നമ്മുടെ മെയിൻ ഐറ്റം കരയാമ്പൂ ഇതാ ഒരു 3-4 കരയാമ്പൂ ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കുമ്പോൾ വേണമെങ്കിൽ അരിയൊക്കെ ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കനിലേക്ക് ഒരു കുറച്ച് പേസ്റ്റിനായിട്ട് ഞാൻ എന്താ ഒരു സബോള കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് അടിച്ചെടുക്കാൻ പോകണം. പിന്നെ നമുക്ക് കശുവണ്ടി, പിന്നെ സബോളയൊക്കെ വറുത്ത് കോരി എടുക്കണല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സബോളയൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൈസിലേക്ക് വേണ്ട നാരങ്ങ പിഴിഞ്ഞൊഴിക്കേണ്ട ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില അത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ ഐറ്റംസുകളൊക്കെ തൊട്ടടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കുറച്ച് പണികളൊന്ന് വേഗത്തിലാക്കട്ടെ. അരിക്കുള്ള വെള്ളം എന്താ അവിടെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് റൈസിന് വേണ്ട ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു നാരങ്ങയും കൂടെ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ചോറിൻ്റെ വറ്റുകളൊക്കെ ഇങ്ങനെ നല്ലപോലെ വിട്ട് നമുക്ക് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിടുന്നുണ്ട്. നല്ലപോലെ ചൂട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ കുറേ പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. ഇവിടെ
മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. അപ്പൊ ഒരു ക്ലാസ്സിലെ വിച്ച് ക്ലാസ് 12th നിന്നുള്ള സ്റ്റുഡൻസ് ആട്ടോ വന്നിരിക്കുന്നത്. ആ 12th C 1 more. ഓക്കെ ഓക്കെ. അങ്ങനെ ക്രിസ്മസിന്റെ അന്ന് ഇങ്ങനെ സ്റ്റുഡൻസ് വന്നപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു, സ്റ്റുഡൻസും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പൊ അവര് നമ്മളെയും കൂട്ടി സെൽഫിയും അതുപോലെ വേറെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും എന്താ നമ്മുടെ അടുത്ത ചെറിയൊരു ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെയും കാണാം. ഇത് അടുത്ത ബാച്ചിലത്തെ സ്റ്റുഡൻസ് വന്നിരിക്കുന്ന കേട്ടോ, വേറെ ബാച്ച്. ഇവരും വിഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ക്ലാസ് 10. We don't know Malayalam. We don't know. Only few words. Which words that? Sugamano. That you can say. Thank you, teacher. അരിയൊക്കെ നല്ലപോലെ തിളച്ചപ്പോൾ ഞാനെടുത്ത് തെർമൽ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കുക്കാവട്ടെ. പിന്നെ ഇവിടെ ഞാൻ എന്താ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊക്കെ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അവിടെ കുറച്ച് കശുവണ്ടി നമുക്ക് നെയ്യിൽ വറുത്ത് കോരിയെടുക്കാനായിട്ട് ഇതേപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് സബോള അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതാ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ ഇതാ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ സബോള അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചേട്ടൻ എനിക്ക് ചിക്കൻ കറിക്കുള്ള തക്കാളി കട്ട് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നു. സബോള കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ കറി ഇതിനകത്ത് റെഡിയാക്കണം. ചിക്കൻ കറിയല്ല കേട്ടോ, നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ, ഇതിൻ്റെ പേരെന്താ? വരാൽ മീനാട്ടോ, വരാൽ. അപ്പൊ അത് കിട്ടി. ഇന്നലെ പോയപ്പോ കൊടുത്ത മരി ആ മീൻ കിട്ടി. അപ്പൊ അത് ഫ്രൈ ചെയ്യാൻ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടു. അന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ എല്ലാം ഇതിനകത്ത് മസാലകളൊക്കെ തിരുമ്മി ആണല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മളിവിടെ നമ്മുടെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫിഷ് ഫ്രൈക്ക് ഉള്ള സെറ്റപ്പ് റെഡിയാക്കാം. അപ്പൊ അങ്ങനെ ആൽവിനില്ലാതെ ആദ്യത്തെ ക്രിസ്മസ്, ആൽവിൻ ഉണ്ടായതിന് ശേഷം ആദ്യമായി ഞങ്ങളുടെ ഒപ്പം ഇല്ലാത്ത ഒരു ക്രിസ്മസ് ആണ് ഇത്. ആദ്യം നാട്ടിൽ എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ വിളിച്ചായിരുന്നു കേട്ടോ, രാവിലെ നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ അടുത്ത ബാച്ച് വന്നിട്ടുണ്ട്. ഇവരൊക്കെ പഠിച്ചു പോയ സ്റ്റുഡൻസ് ആട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയി ഇപ്പോൾ വേറെ ഡിഗ്രി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസാണ്. അപ്പോൾ അതാ ചേട്ടനായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓളറിങ് വിച്ച് ക്ലാസ്? ഈ ഓളറിങ് 9th. ഓക്കെ. ഇവരിതാ 9th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ആട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ വ്ളോഗിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ഫോട്ടോ വീഡിയോ ഒക്കെ വ്ളോഗിൽ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവർ വന്ന സമയത്ത് ഞാൻ എന്താ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇവരെല്ലാവരും 12th സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ രണ്ടുപേരും വിഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഹാപ്പി ക്രിസ്മസ് വിഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കട്ടെ കേട്ടോ. എല്ലാവർക്കും കേക്ക് കൊടുക്കട്ടെ. അക്കിബയ്യയുടെ ക്ലാസ് കേട്ടോ. നമ്മുടെ ജോബി സാറിന്റെ അഖിലിന്റെ ക്ലാസ്. അപ്പൊ ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ മറിച്ചിട്ടതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ബിരിയാണിക്കുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് പിന്നെ കാര്യമായിട്ട് അങ്ങനെ മസാല ഒന്നും ഇടില്ല. ഞാൻ ബിരിയാണി മസാല ഇടുന്നുണ്ട് കുറച്ച്, അത്ര മാത്രം ചെയ്യുന്നുള്ളൂ. ബിരിയാണി മസാല ഇടണം. പിന്നെ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് ഇങ്ങനെ വന്നു പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് പോയി നിന്ന് സംസാരിച്ച് ഓടി ഇവിടെ വരുമ്പോഴേക്കും ചിലപ്പോൾ കരിയും, ചിലപ്പോൾ ടൈമിന് എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ നിറപറയുടെ ബിരിയാണി മസാലയാണ് ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എന്താ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയുടെ സ്പൂണിൽ 1 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചിക്കൻ പീസൊക്കെ വെച്ച് കൊടുക്കണം. അതാ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല, കാരണം ഓൾറെഡി പച്ചമുളകൊക്കെ നമ്മൾ നല്ലപോലെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ മുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മാത്രം ചേർക്കുന്നുള്ളൂ. നമുക്കിനി അടച്ച് വയ്ക്കാം. ഇവിടെ ഫിഷ് ഫ്രൈ നമുക്കൊന്ന് മറിച്ചിടണം. ഇത് 9th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവര് നമ്മൾ വിഷ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഹാപ്പി ക്രിസ്മസ്. Yes. Happy Christmas! ഇത് ഞങ്ങളുടെ 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ആട്ടോ. ഇത് അടുത്ത ബാച്ച് വന്നിരിക്കുന്നതാണ്. ഹാപ്പി ക്രിസ്മസ്. Merry Christmas, everyone! അപ്പൊ ഇവര് നമ്മളെ വിഷ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നതാണ്. അവർക്കൊക്കെ ഇങ്ങനെ വ്ളോഗിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ടീച്ചർ എടുക്കുന്നില്ല, വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കുക. ഇവരെല്ലാവരും 10th ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആട്ടോ. അപ്പൊ ദാ എല്ലാവരും വന്നേക്കാണ് വിഷ് ചെയ്യാനായിട്ട്. സുഖമാണെന്നുള്ളൊരു വാക്കറിയാം, അതൊക്കെ ചോദിച്ചു. ഭയങ്കര ഹാപ്പി എല്ലാവരും ക്രിസ്മസിന് വിഷ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. വിഷ് മൈ ഫ്രണ്ട്സ് ഓൾ Merry Christmas! നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു ബാച്ച് സ്റ്റുഡൻസ് ഇപ്പോൾ പോയുള്ളൂ. അപ്പോൾ ഞാൻ ഓടി കിച്ചണിലേക്ക് വന്നതാണ്. ഫിഷ് ഫ്രൈ ഇതാ റെഡിയായി. പിന്നെ ഇതാ ഞാൻ സലാഡ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതിനകത്തേക്ക് ഇത്തിരി ഇഞ്ചി, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, പിന്നെ തക്കാളി ഇതെല്ലാം കട്ട് ചെയ്തതാ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തുറന്നു നോക്കാം. റൈസ് കുക്കായിട്ടുണ്ട്. അപ്പോൾ റൈസ് ഞാൻ എടുത്തത് അവിടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. റൈസ് ഇവിടെ റെഡി. ഇനി ചിക്കൻ ഒന്ന് നോക്കട്ടെ. ചിക്കൻ എന്താ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കനിലെയും ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി നല്ലതാ, നല്ല പാകത്തിനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ സെറ്റ് ചെയ്യാം. ഞാൻ ചിക്കനിൻ്റെ ഫ്ലെയിം ഇതാ ഓഫ് ആക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ സോൾട്ടൊന്നും ഇട്ടിട്ടില്ല. ഞാനടുത്ത് കഴിക്കാൻ നേരത്തിടാണ്. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ കഴിക്കാൻ പോകുന്ന നേരത്ത് മാത്രം, ആ സമയത്താണ് ഞാൻ സാധാരണ ഇതിനകത്തേക്ക് ഉപ്പിടുന്ന സമയം ആ സമയം. അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഉപ്പ് പിന്നെ ചേർക്കാം. നീക്കി വയ്ക്കുക. ഇതുണ്ടോ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ പാത്രമാണ് ഇത്. എൻ്റെ തെർമൽ കുക്കർ. ഇതിനകത്താണ് ഞാൻ എപ്പോഴും ചിക്കൻ ബിരിയാണിക്ക് അല്ലെങ്കിൽ നെയ്ച്ചോറിന് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് റെഡിയാക്കി കിട്ടാനായിട്ട് ഇതിനകത്താണ് ഞാൻ ഉണ്ടാക്കാറ്. നാട്ടിലേക്ക് കേരളത്തിലേക്ക് പോകുമ്പോൾ ട്രെയിനിലൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ ഈ ചോറാണ് വയ്ക്കണത്. ഈ അരി നമ്മുടെ UP അരി അല്ലെങ്കിൽ ബാസ്മതി അരി അല്ലെങ്കിൽ ജീരശാല റൈസ് അങ്ങനത്തെയൊക്കെ വയ്ക്കണമെങ്കിൽ ഇതിനകത്തായിട്ടാണ് ഞാൻ വയ്ക്കാറ്. അപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഇല്ല അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ. ഇത് നോക്കിയാൽ നിങ്ങളെ റൈസ് കാണിച്ചു തരാം കേട്ടോ. അതാ അല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ? ഉണ്ടോ? നല്ല മണിമണിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഫ്രഷായിട്ട്. ഇതിനകത്ത് എനിക്ക് റൈസ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല നമുക്ക് ആ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമ്മുടെ ബിരിയാണീനെ സെറ്റാക്കാൻ പോവാണ്. ബിരിയാണിയുടെ പാത്രം ഞാൻ താഴേക്ക് ഇറക്കി വെക്കട്ടെ. ഇപ്പം ഞാൻ ഇപ്പോൾ സമയക്കുറവൊക്കെ കാരണം നമ്മുടെ ഈ സെയിം ചിക്കൻ്റെ മുകളിലേക്ക് ചോറിനെ സെറ്റ് ചെയ്യണം. ഈ വേറെ വെസലൊന്നും എടുക്കണില്ല. നമുക്കിതാ ഇങ്ങനെ ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇത്തിരി പൈനാപ്പിൾ എസൻസ് എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കിവിടെ പൈനാപ്പിൾ പഴുത്തതൊക്കെ കിട്ടാൻ ഇത്തിരി ടൈറ്റാണ്. അപ്പോൾ കേരളത്തിലത്തെ ആ ടേസ്റ്റ് രുചിയുള്ള പൈനാപ്പിളൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി. നമുക്ക് ആ ഒരു ബിരിയാണിയുടെ ഒരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുഴുവൻ റൈസ് ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് റൈസ് ബാക്കിയുണ്ട് ഇടാനായിട്ട്. പിന്നെ ഇതാ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, സബോള, പിന്നെ കാഷ്നട്ട്, പിന്നെ കിസ്മിസ്. അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഇന്ന് വായിക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ എസൻസ് ഒക്കെ ഒഴിച്ചപ്പോൾ
ആ ബിരിയാണി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിച്ച് പൊളിച്ചുള്ള സൂപ്പർ സ്മെൽ. ഇതാ അതിൻ്റെ മുകളിൽ കൂടെ ഇത്തിരി മല്ലിയില അതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുതിനയില ഇടാൻ ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കാൻ മറന്നുപോയി. മാർക്കറ്റിൽ കിട്ടുമായിരുന്നു, ഞങ്ങൾക്കിവിടെ വിൻ്റർ സീസണിൽ കിട്ടുന്നതാണ്, പക്ഷെ അത് വാങ്ങിക്കാൻ മറന്നു. കുഴപ്പമില്ല, നമ്മളിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ എന്താ വീണ്ടും കുറച്ചും കൂടെ റൈസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ തന്നെ എത്തുള്ളൂ നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ നമ്മളിതാ അങ്ങനെ ബിരിയാണി പോട്ടിൽ ഇതാ ഒരു പോട്ട് റൈസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വൺ ടൈം കഴിക്കാൻ നമുക്ക് ഇത്രയൊന്നും വേണ്ട. പക്ഷേ ഞാനടുത്ത് എന്തായാലും ഉണ്ടാക്കണം ബിരിയാണി. കുറച്ച് അധികം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രാത്രിയിലോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് കഴിക്കാമല്ലോ. രാത്രിക്ക് നമുക്ക് വേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചേഞ്ച് ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതാ ഇത്തിരി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പ്രോപ്പർ മെത്തേഡാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഓരോ മെത്തേഡുകളാണിത്. നെയ്യ് ഇത്രയ്ക്ക് ഒഴിക്കുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇത്തിരി എസൻസും കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പച്ചക്കറി കൊണ്ടൊരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു തോരൻ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ടൈമൊന്നും കിട്ടിയില്ല. സമയം 2 മണിയായി. അപ്പോൾ ഞങ്ങൾക്കിനി ഒട്ടും ടൈമില്ല. സ്റ്റുഡൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ നമ്മൾ പണി തീർത്ത് ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ഉള്ളതൊക്കെ മതിയെന്ന് വെച്ച് ഞങ്ങൾ നമ്മുടെ മല്ലിയില. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി തൽക്കാലം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്, ആ സ്മെല്ലൊക്കെ ഒന്ന് ഇങ്ങനെ അതിനകത്ത് തങ്ങി നിൽക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഐറ്റംസ് നമ്മൾ വേറെ ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച് ചെറുതായ രീതിയിൽ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ബിരിയാണി. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മുടെ സള്ളാസ്, ഇവിടെ ഫിഷ് കറി. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചത് ഞങ്ങൾ രാത്രി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ കറി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഫിഷ് ഫ്രൈ ഉണ്ട് നമ്മുടെ. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് കേക്ക്. അപ്പോൾ ഇതിവിടെ റെഡിയാണ്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അച്ചാറുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയ മാങ്ങയുടെ അച്ചാറാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കുക. ആ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ ബൗളിലേക്ക് പകർത്തിയിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് തന്നെ സ്പൂൺ കൊണ്ടാണ് എടുക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ഐറ്റംസൊക്കെ. പിന്നെ തോരൻ ഉണ്ടാക്കണമെന്നൊക്കെ വെച്ച് പയറൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. പക്ഷേ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ ഫ്രിഡ്ജിനകത്ത്. പക്ഷെ നമുക്ക് ടൈമൊന്നും ഒട്ടും തന്നെ കിട്ടിയില്ലെന്ന് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ എനിക്കിവിടെ പ്ലേറ്റുകളെല്ലാം കിടക്കണം വാഷ് ചെയ്യാനായിട്ട്. സ്റ്റുഡൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ, ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ ഗ്യാങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഓരോരോ ഗ്രൂപ്പായിട്ട് ഓരോരോ ക്ലാസ്സായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒട്ടും സമയം കിട്ടുന്നില്ല നമുക്ക്. അവരെ മാനേജ് ചെയ്യണം, അതിനിടയ്ക്ക് ഇവിടെ കുക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും ലഞ്ച് ഇവിടെ തന്നെ എടുക്കണം. ടേബിളിൽ നിന്ന് സർവ് ചെയ്യണില്ല, കാരണം സ്റ്റുഡൻസ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഒട്ടും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് ടേബിളിലേക്ക് സർവ് ചെയ്ത് കൊണ്ടുപോകണില്ല. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ എന്നത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. നമ്മുടെ 3-4 വീഡിയോ പെൻഡിങ് ആയി കിടപ്പുണ്ട്. ഇത് പയ്യെ ഞാൻ എഡിറ്റ് ചെയ്ത് ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന സപ്പോർട്ട് മാക്സിമം തരാൻ പറ്റുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ഫീൽ ചെയ്യുന്ന ഒരു കൊച്ചു കമൻറ്റ് എന്താണെങ്കിലും അതും കൂടെ നിങ്ങൾ എഴുതി വിട്ടാൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.